തമിഴ്നാട് വാൽപ്പാറയിൽ ബസ് അപകടത്തിൽ 40 പേർക്ക് പരിക്ക്. 20 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വാൽപ്പാറയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? എന്താണ് ഈ അപകടത്തിന് പിന്നിൽ? പുലർച്ചെയാണ് ഇത്തരത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ ബസ് 40 അടിയോളം താഴ്ചയുള്ള 20 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത്. വാൽപ്പാറ കവേഴ്സ് എസ്റ്റേറ്റ് ഭാഗത്ത് വെച്ചാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത്. കോയമ്പത്തൂർ തിരുപ്പൂരിൽ നിന്നും രാത്രി 12:30 വാൽപ്പാറയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ 40ഓളം പേർക്കാണ് പരിക്കേറ്റത്. ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഗണേശന് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി നിലവിൽ പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ബസ്സിലുണ്ടായിരുന്ന 30ഓളം പേരെയും പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവരെ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. വാൽപ്പാറ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആ ദൃശ്യങ്ങളിൽ കാണാം, വലിയൊരു ഹെയർപിൻ വളവാണ്. ഈ വളവിൽ വെച്ചാണ് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇത്തരത്തിൽ 20 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞത്. ഈ മറിയുന്ന അപകടത്തിൽപ്പെടുന്ന സമയത്ത് തലയും കാലും ഒക്കെ ബസിന്റെ ഉള്ളിലെ കമ്പികളിലും മറ്റും ചെന്ന് അടിച്ചാണ് ഈ പരിക്കേറ്റവർക്കും ഭൂരിഭാഗം പേർക്കും ഇത്തരത്തിൽ കയ്യും തലയ്ക്കുമൊക്കെ പരിക്കേൽക്കാനുണ്ടായ കാരണം. അതിൽ വിദഗ്ധ ചികിത്സ വേണ്ടി വന്ന ആളുകളെയാണ് ഇപ്പോൾ പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും സാരമായി പരിക്കേറ്റിട്ടുള്ളത്. ഡ്രൈവർക്കാണ് അല്പം പരിക്ക് സാരമുള്ളത്. ഇദ്ദേഹത്തെയും പൊള്ളാച്ചി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് വാൽപ്പാറ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വാൽപ്പാറ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൃന്ദ. ശരി അനീഷ്.